ഇപ്പോഴും ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ആ സെയിം സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. പ്രീതിയുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് കൂടെ നിൽക്കാതെ വന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്, കുടുംബക്കാർ തന്നെ. അച്ഛൻ മരിച്ച സമയത്ത് അമ്മയും 2 പെൺമക്കളെയും വഴിയാധാരമാക്കി ഇട്ട് പോയ കുടുംബക്കാർ തന്നെയാണ് എനിക്കുള്ളത്. ലൈഫിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? ലൈഫിൽ സ്റ്റക്കായി പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. 7ാം ക്ലാസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത്രയും വർഷമായിട്ടും അമ്മ അച്ഛനില്ലാത്തൊരു കുറവ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. എന്നാൽ പോലും പാരൻസ് മീറ്റിങ്ങും ഫാദേഴ്സ് ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ അച്ഛനുമായിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അമ്മയും ചേച്ചിയാണ് എൻ്റെ എല്ലാം. ആ സമയത്ത് ചേച്ചിക്ക് ഒരുപാട് പ്രായമില്ലെങ്കിൽ പോലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബെസ്റ്റ് പാട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയാണ്. അമ്മയെ പോലെ തന്നെ ചില സമയത്ത് അമ്മയേക്കാൾ എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ്. ചെറുതിലേ മുതലേ ചേച്ചി തന്നെയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇതിൽ നിന്ന് പ്രീതി പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്തുവാണ്? അമ്മ ഉള്ള കാലം വരെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ഇനി എനിക്ക് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കുക, ലൈഫ് സെറ്റാക്കുക, അമ്മയെ നോക്കുക. ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ഇതുപോലൊരു അമ്മയെ കിട്ടിയതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.